ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വളരെയധികം ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു വീഡിയോ ആണ് ദിയ കൃഷ്ണയുടെ ഡെലിവറി വ്ളോഗ്. അതായത് ഏതൊരു പെൺകുട്ടിയും ഇപ്പോൾ ആഗ്രഹിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു ഡെലിവറി, ഒരു ഡ്രീം ഡെലിവറി എന്ന് തന്നെ പറയാം, ദിയ കൃഷ്ണ അവിടെ നടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വലിയൊരു ചർച്ചാ വിഷയമായിട്ട് ന്യൂസ് ചാനൽസിലും ആൻഡ് ഇനി പറയാത്ത സ്ഥലങ്ങൾ ബാക്കിയില്ല, അത്രത്തോളം അതിനൊരു ഹൈപ്പ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് യെസ്, അതിൽ എന്തോ ഒരു കാര്യം ഉള്ളത് കൊണ്ടല്ലേ ഇത്രയും ഹൈപ്പും ട്രെൻഡിങ്ങും ആയിട്ട് പോകാൻ വന്നിട്ടുണ്ടാവുക. ആൻഡ് അതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ അതിൻ്റെ പോസിറ്റീവ്സ് മാത്രമല്ല നെഗറ്റീവ്സ് ഞാൻ പറയുന്നുണ്ട്. അതായത് അത് നമുക്ക് പോസിറ്റീവ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് വളരെയധികം അതായത് ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്ന, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ അവരുടെ ലൈഫ് പാർട്ട്ണറിൻ്റെ ഒരു സപ്പോർട്ട് ഒരു പെൺകുട്ടിക്ക് ഡെലിവറി സമയത്ത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് പ്രസവിച്ചിട്ടുള്ള ഓരോ പെണ്ണിനും ഓരോ സ്ത്രീക്കും മനസ്സിലാവും. ആൻഡ് അത് കിട്ടാത്തതിൻ്റെ വിഷമം എല്ലാവർക്കും ഉണ്ടാവും. ആൻഡ് അതേപോലെ തന്നെ അവരുടെ ഫാമിലി, അമ്മ, ചേച്ചി ആണെങ്കിൽ ചേച്ചി, അനിയത്തി, അച്ഛൻ, ഏട്ടൻ, ആരാണോ അവരെല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ദിയ കൃഷ്ണയുടെ ആ ഒരു ലേബർ റൂമിൽ അവർ നിൽക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ നമ്മളെല്ലാവരും അത് മിസ് ചെയ്തിട്ടുണ്ടാവും, കാരണം നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. സോ ഇതൊക്കെ ഒരു പ്ലസ് പോയിന്റ് ആണ്. പ്രസവിക്കാൻ പോകുന്ന ഒരാൾക്ക് മാനസികമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുള്ളത് സത്യം തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഡെലിവറി വ്ളോഗായിരുന്നു, അല്ലെങ്കിൽ ഡെലിവറി എക്സ്പീരിയൻസ് ആയിരുന്നു ദിയയ്ക്ക് കിട്ടിയിട്ടുണ്ടാവുക. എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ ഏറ്റവും ഹൈപ്പായിട്ട് നിന്നിട്ടുള്ള ഡെലിവറി പേളിമാണി ചേച്ചിയുടെ ഡെലിവറി തന്നെയാണ്. ബിക്കോസ് നമ്മൾ എല്ലാവരും ഒന്നടക്കം അത്ര ഇഷ്ടപ്പെട്ട് കണ്ടൊരു വീഡിയോ. ഞാനടക്കം എൻ്റെ പ്രഗ്നൻസി ആ ഒരു 9 months ഫുള്ളായിട്ട് ഞാൻ പേളി ചേച്ചിൻ്റെ വീഡിയോസാണ് മാക്സിമം കണ്ടിട്ടുള്ളത്. ആ ഡെലിവറി വ്ളോഗ്, നീലയുടെ ആ ഒരു ജനിക്കുന്ന ഒരു വ്ളോഗ്. ബിക്കോസ് എനിക്കത് വളരെയധികം മോട്ടിവേഷണൽ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ എൻ്റെ പെയിൻ എത്രത്തോളം കുറയ്ക്കാൻ എനിക്കത് സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്കെന്നെ അറിയില്ല കേട്ടോ. കാരണം അത് എനിക്കറിയില്ല, ഒരുപാട് മോട്ടിവേഷൻ തന്നിട്ടുണ്ട് പേളി ചേച്ചീൻ്റെ ഒരു വ്ളോഗ്. കാരണം ആൾ എത്ര ഒരു പെയിന് വന്നാലും അതിൽ പതറാതെ മാക്സിമം പിടിച്ചു നിന്നിട്ടുണ്ട്. മേ ബി അവർ എപ്പിഡ്യൂറിലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. പക്ഷെ പേളി ചേച്ചി സൂപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തു. അത് നോക്കിയിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഡെലിവറിക്ക് തലേ ദിവസം വരെ ആ ഒരു വീഡിയോ നോക്കിയിട്ട് തന്നെയാണ് എൻ്റെ പ്രസവിക്കാൻ ഞാൻ പോയത് കേട്ടോ, എൻ്റെ ബേബീനെ. ആൻഡ് പക്ഷേ ദിയ കൃഷ്ണയുടെ വീഡിയോസിൽ ടോട്ടലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാണിക്കുന്നത്. വൈ? ബിക്കോസ് ദിയ വളരെ പേടിയുള്ള ഒരാളാണ്. എന്നിട്ട് പോലും ദിയയ്ക്ക് നോർമൽ ഡെലിവറി പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും ഇത് ഈസി ആയിട്ട് പോസിബിൾ ആണ്. യെസ്, എനിക്കറിയാം അവർ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. എന്നാൽ പോലും ആ ഒരു പ്രസവിക്കുന്ന ടൈമിൽ ആ ഒരു പെയിന് എന്തായാലും അവർ ഫീൽ ചെയ്യേണ്ട വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് എനിക്ക് എപ്പിഡ്യൂറൽ എടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്കില്ല. എന്നാലും ആ ഒരു പുഷ് ചെയ്യുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് അതൊക്കെ എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവും. ആ സ്റ്റിച്ചസിൻ്റെ ആ ഒരു പെയിന് അതൊക്കെ നോർമൽ ഡെലിവറിയിൽ എല്ലാവരും ഗോ ത്രൂ ചെയ്യുന്നൊരു കാര്യമാണ്. ആൻഡ് ഓൾസോ സി സെക്ഷൻകാരും ഇനിയിപ്പോൾ സി സെക്ഷൻ ചെയ്യുന്നത് അത്ര പെയിൻഫുൾ അല്ല എന്നല്ല ഞാൻ പറയുന്നത്. രണ്ടും ഈക്വലി പെയിൻഫുൾ ആൻഡ് ഈക്വലി സ്ട്രഗിൾ ആൻഡ് ഈക്വലി ഹാപ്പിനെസ് എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് തന്നെയാണ് ഈ രണ്ടും. സി സെക്ഷൻ ആയാലും ശരി, വജൈനൽ ബർത്ത് ആയാലും ശരി. ആൻഡ് ആ ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഡെലിവറി എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു സ്യൂട്ട് റൂം ആയാലും അവരുടെ ആ ഒരു കട്ടിൽ പോലും അത്രയും അടിപൊളിയാണില്ല. ആ കിടക്കുന്ന ഒരു ലേബർ കട്ടിൽ പോലും അത്ര അടിപൊളിയാണ്. അവരുടെ സെറ്റപ്പ് കാര്യങ്ങളിൽ നേഴ്സുമാർ വന്നിട്ട് അവരെ എത്ര അടിപൊളിയായിട്ടാണ് ടേക്ക് കെയർ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വാവ്, ഇങ്ങനെയൊക്കെ നേഴ്സസ് ഇങ്ങനെയൊക്കെ കെയർ ചെയ്യുമോ എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇത്രയ്ക്കൊന്നും കെയറിങ് ഒന്നും ഉണ്ടാവില്ല. ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഡെലിവറി ചെയ്തിട്ടുള്ളത്. എന്നാലും എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് വരെയാണ്, ഞാൻ വേറെ പറഞ്ഞുതരാം. ആൻഡ് ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡെലിവറിയാണ്. കാരണം നമ്മളെ പോലെ വളരെ ടെൻഷൻ അടിച്ച് ഓടി ചാടി ഓഫ് കോഴ്സ് ടെൻഷൻ ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്ത് തന്നെ ആയാലും ഒരു ഡെലിവറി, പ്രസവം എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. നോർമലായിട്ട് ഒരാളുടെ ഒരു പ്രസവ വീഡിയോ പോലെ അല്ല ദിയയുടെ ഡെലിവറി ഉണ്ട് കാണുന്നവർക്ക് തോന്നിയത്. ആൻഡ് ഓൾസോ അവിടുത്തെ ഫുഡൊക്കെ കാണിച്ചു തരുന്നത് കണ്ടാൽ എനിക്ക് എന്തോ വല്ല റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ മെനു ഇങ്ങനെ വരുന്ന പോലെയൊക്കെയാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത് കേട്ടോ. കാരണം അവർ ഓരോ സമയത്തും അവരുടെ മീൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ എന്തൊക്കെ ഐറ്റംസ് ആണല്ലേ അവിടെ കൊണ്ടുവന്നിട്ട്
ഒക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഇതിപ്പോൾ ഫുഡിൻ്റെ വ്ളോഗാണോ അതോ ഡെലിവറി വ്ളോഗാണോ എന്ന് വരെ എനിക്ക് സംശയമായി പോയി. പക്ഷേ അടിപൊളിയാണ് കേട്ടോ, അങ്ങനെയൊക്കെ വെറൈറ്റി ഫുഡൊക്കെ കഴിക്കാൻ തോന്നുന്നു. നമ്മളെയൊക്കെ എനിക്ക് തോന്നുന്നു ആ ഒരു ഡെലിവറി സമയത്ത് തന്നെ ഇങ്ങനെയുള്ള ഹെവി ആയിട്ടുള്ളതൊന്നും കഴിക്കാൻ തന്നെ തരില്ല എന്നാണ് തോന്നുന്നത്. നമ്മുടെ വീട്ടുകാരനെ സമ്മതിക്കില്ല ഒന്നാമത്, ഞാൻ പ്രസവിച്ച് കഴിഞ്ഞാൽ തീരെ സമ്മതിക്കില്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ, എന്താണ് ഇവളിതിൽ നെഗറ്റീവ് കണ്ടുപിടിച്ചതെന്നല്ലേ നിങ്ങൾ വന്നിട്ടുള്ളത് കാണാനായിട്ട്. ഞാൻ നെഗറ്റീവ് പറയാൻ പോകുന്നത് ദിയ കൃഷ്ണയെ കുറിച്ചൊന്നും അല്ല. അങ്ങനെ നെഗറ്റീവ് പറയാനായിട്ട് ആ വീഡിയോയിൽ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ആ ഒരു വീഡിയോ കണ്ടിട്ട് പ്രസവിക്കാൻ പോകുന്ന കുറേ എണ്ണുണ്ട്, കുറേ പെൺകുട്ടികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യണം തോന്നിയത്. ബിക്കോസ് ദിയ കൃഷ്ണയുടെ ഡെലിവറിക്ക് അവരുടെ മൈൻഡ് സെറ്റ് പോലെ ആവില്ല നമുക്ക്. കാരണം നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ പോലും എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക നോർമൽ ആയിട്ടുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും ഒരിക്കലും അവർ ഹസ്ബൻഡിനെ കൂടെ നിർത്താൻ സമ്മതിക്കാറില്ല. നമ്മൾ പ്രൈവറ്റിൽ പൈസ പേ ചെയ്തിട്ടായാൽ പോലും ആ ഒരു ഫെസിലിറ്റി ഇനിയും ഇവിടെ വന്നിട്ടില്ല, വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ പോലും എന്താ പറയുക, വളരെ പൈസ കൊടുക്കേണ്ടി വരും, ഒരുപാട് എമൗണ്ട് മുടക്കേണ്ടി വരും. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ അത് പോസിബിൾ ഉള്ളൂ. അല്ലാത്ത ആൾക്കാർക്കൊക്കെ നമുക്ക് നോർമലി നമ്മൾ ലേബർ വാർഡിൽ നമ്മുടെ ഹസ്ബൻഡും പാരൻസും എല്ലാവരും ഉണ്ടാവാം. പക്ഷെ നമ്മുടെ ലേബർ റൂമിൽ കയറി കഴിഞ്ഞാൽ ആരെയും അങ്ങനെ കയറ്റില്ല. എമർജൻസി അല്ലെങ്കിൽ വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ അറ്റ്ലീസ്റ്റ് അമ്മയോ ഹസ്ബൻഡോ എന്തെങ്കിലും ഒരു 5 മിനിറ്റ് വരാൻ സമ്മതിക്കുള്ളൂ. അതും അത്യാവശ്യമാണെങ്കിൽ മാത്രമേ സമ്മതിക്കുള്ളൂ. അങ്ങനെയുണ്ട്. ആൻഡ് അത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഗ്രഹിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് ഒരു, അതായത് അവരെന്ന് പറയുന്നത് സെലിബ്രിറ്റി ലെവലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഒരു കാര്യങ്ങളൊക്കെ അവർ അങ്ങനെയൊക്കെയാവും ചെയ്യുന്നുണ്ടാവുക. അത് കണ്ടിട്ട് നമ്മൾ അങ്ങനെ തന്നെ വേണം, അല്ലെങ്കിൽ അങ്ങനെ എനിക്കൊരു ഡെലിവറി എനിക്ക് അങ്ങനെ ഇല്ലല്ലോ വിചാരിച്ചിട്ട് നമ്മൾ ഡിസപ്പോയിൻ്റ് ആവുക അല്ലെങ്കിൽ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ല. ഞാൻ ഈ പറയുന്നത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം ഒട്ടുമിക്ക ആൾക്കാരും ഈവൺ ദോ ഇപ്പോൾ നമ്മുടെ പേരൻസ് വരെ, നിങ്ങളുടെയും എൻ്റെയൊക്കെ അമ്മമാർ വരെ നോർമലായിട്ട് ആരുമില്ലാതെ സിസ്റ്റർമാർ അല്ലെങ്കിൽ ചിലവരൊക്കെ വീട്ടിൽ തന്നെ പ്രസവിച്ച ആൾക്കാരൊക്കെ ഉണ്ട്, പണ്ടത്തെ ആൾക്കാരൊക്കെ. അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. നോർമലി ആരും അങ്ങനെ അലൗ ചെയ്യാറൊന്നുമില്ല. ഒറ്റയ്ക്ക് പ്രസവിക്കുക, ഡോക്ടേഴ്സ് ഉണ്ടാവും, സിസ്റ്റേഴ്സൊക്കെ ഉണ്ടാവും പ്രസവിക്കുക, അങ്ങനെയൊക്കെയാണ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവുക. അപ്പോൾ ആരും അത് കണ്ടിട്ട് കൊതിക്കാൻ നിൽക്കണ്ട. ഞാൻ പറയുന്നത് 100% ഒരു 90% ആൾക്കാരുടെ കാര്യം ഞാൻ പറയുന്നത്. ബാക്കി ഒരു 5% അല്ലെങ്കിൽ 10% ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമല്ല ഞാനിവിടെ സംസാരിക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് പോയിന്റ്, നമ്മൾ പോകുന്ന ഒരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ ദിയ കൃഷ്ണയുടെ വ്ളോഗിൽ കാണാൻ പറ്റും, അവിടുത്തെ ഡോക്ടേഴ്സായാലും അവിടുത്തെ നേഴ്സുമാരുടെയൊക്കെ ആ ഒരു പെരുമാറ്റം ഒന്ന് കണ്ട് നമ്മളൊന്ന് കൊതിച്ചു പോകും. കാരണം അത്രയും മോട്ടിവേഷണലായിട്ട് സംസാരിക്കുക, തലോടുക, കൊഞ്ചുക, വളരെ കെയറിങ് ആയിട്ടാണ് നോക്കുന്നത്. ബിക്കോസ് അത് ആ ഒരു ലെവലിലുള്ള ഹോസ്പിറ്റലിലാണ്, അവർ അതിനനുസരിച്ച് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അവർ സെലിബ്രിറ്റി ലെവലിലുള്ള ആൾക്കാരൊക്കെയാണല്ലോ. പക്ഷേ നമ്മൾ പോകുന്ന എല്ലാ ഹോസ്പിറ്റൽസിലും സ്നേഹവും അവർ ജസ്റ്റ് നന്നായിട്ട് കെയറൊക്കെ ചെയ്യുന്നുണ്ടാവും. പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ഇല്ല എന്നല്ല, പക്ഷേ അത്രയ്ക്കൊന്നും അങ്ങോട്ട് പ്രതീക്ഷിച്ചിട്ടൊന്നും പോകാൻ നിൽക്കണ്ട. കാരണം അങ്ങനെയൊന്നും ഇപ്പോൾ നോർമലി സംസാരിക്കുന്നേ ഉള്ളൂ, അല്ലാതെ ഇപ്പോൾ അത്രയ്ക്ക് നമ്മളെ പാമ്പർ ചെയ്ത് കൊഞ്ചിക്കൊണ്ട് നടക്കുകയൊന്നും ഇല്ല. അപ്പോൾ അതും നമ്മൾ മനസ്സിൽ വയ്ക്കണം. ഇപ്പോൾ പിന്നെ ചില ഹോസ്പിറ്റൽസിൽ എങ്ങനെയാ വെച്ചാൽ നമ്മൾ അങ്ങോട്ട് ഡൗട്ട് ചോദിച്ചാലും ഇങ്ങോട്ട് മുഖത്തടിച്ച പോലെ വർത്തമാനം പറയുന്ന ചില ഡോക്ടേഴ്സും നഴ്സുമാരും ഒക്കെ ഉണ്ട്, നല്ല ആൾക്കാരും ഉണ്ട്. പക്ഷെ ഞാൻ ജസ്റ്റ് സൂചിപ്പിക്കുകയാണ് കേട്ടോ. കാരണം ഇതൊക്കെ കണ്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഡെലിവറിക്കായിട്ട് ഒരുപാട് എക്സ്പെക്റ്റേഷനും കൊണ്ട് പോകും. എന്നാൽ അവിടെ ഉള്ളവർ ചിലപ്പോൾ ഒന്ന് മുഖം ചുളിക്കുക അല്ലെങ്കിൽ ഒന്ന് ഹാർഷായിട്ട് പെരുമാറുക, എന്തെങ്കിലും അങ്ങനെ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ആ ഒരു ഡെലിവറി പെയിൻ സഹിക്കുമോ അല്ലെങ്കിൽ ഈ ഒരു സങ്കടവും എല്ലാം കൂടെ നമുക്ക് ഭയങ്കര വിഷമാകും. അപ്പം അതുകൊണ്ട് പ്രസവിക്കാൻ പോകുന്ന പെൺകുട്ടികൾ ഇങ്ങനെയുള്ള വീഡിയോസ് നോക്കാം, മോട്ടിവേഷന് വേണ്ടി നോക്കാം. അല്ലാതെ നമ്മളിപ്പോൾ വാട്ടർ ബ്രേക്ക് ആയി അല്ലെങ്കിൽ ഡെലിവറി ഡേറ്റ് അടുത്തു, നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാൻ പോവുകയാണ് അല്ലെങ്കിൽ പെയിൻ വന്നു പോകുകയാണ്, എന്ത് റീസൺ ആയാലും നമ്മുടെ മൈൻഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞുറപ്പിക്കുക, ഡെലിവറി എന്ന് പറയുന്നത് നമ്മൾ ഒറ്റ പോരാളിയാണ്, വേറെ ആരും ഉണ്ടാവില്ല. നമ്മൾ ഒറ്റയ്ക്ക് പോരാടുക തന്നെ വേണം, പെയിൻ സഹിക്കണം. അതിനിപ്പോൾ ആരും നമുക്ക് സപ്പോർട്ട് ഉണ്ടാവും. നമ്മുടെ ഓഫ്കോഴ്സ് നമ്മുടെ പാരൻസും ഹസ്ബൻഡും ഒക്കെ സപ്പോർട്ടീവായിട്ടിരിക്കണം, അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രൈവറ്റിലാണ്, അതുകൊണ്ട് അവർ നന്നായിട്ട് നോക്കിക്കോളും, കുഞ്ഞു കുട്ടിയെ പോലെ നോക്കുന്നൊന്നും വിചാരിക്കാൻ നിൽക്കണ്ട. നമ്മൾ ഇപ്പം മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ട് തന്നെ പോവുക. അവരിപ്പോൾ നമ്മളടുത്ത് സ്നേഹത്തോടൊന്നും പെരുമാറില്ല,
ഹാഷായിട്ടുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും എന്ന് മനസ്സിൽ പറഞ്ഞ് ഉറപ്പിച്ചിട്ട് പോവുക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ചെറിയൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായാൽ പോലും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഹേർട്ടാവുമൊന്നും ഉണ്ടാവില്ല. കാരണം ഇതൊക്കെ നമുക്ക് അറിയാമായിരുന്നല്ലോ, മനസ്സിൽ കരുതി കൂട്ടിയിട്ട് പോയാൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ഇത് വന്നാൽ നമുക്ക് വിഷമം തോന്നില്ല. ഇനി സപ്പോസ് ചിലവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ, പോയി നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. വേദന സഹിക്കുക, പ്രസവിക്കുക, വരിക എന്നല്ലാതെ വേറെ അങ്ങനെ ആരും ഒന്നും പറഞ്ഞിട്ടുള്ള വിഷമമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ചില ഹോസ്പിറ്റലിൽ അങ്ങനെയൊന്നും ആവില്ല. എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നതെന്നറിയോ, നോർമൽ പീപ്പിളാണ് ഏറ്റവും കൂടുതൽ ഈ വീഡിയോസ് ഇരുന്ന് കാണുന്നതും അവരുടെ ലൈഫിൽ. ഇപ്പോൾ നോർമൽ ആൾക്കാരാണ് ഇങ്ങനെയുള്ള സെലിബ്രിറ്റീസിനെ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്നതും. അവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒന്ന് ഡ്രീം ചെയ്യും, ഒന്ന് സ്വപ്നം കാണെങ്കിലും ചെയ്യും. ഇനിയിപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന പെൺകുട്ടികൾ, ഡെലിവറി ഡേറ്റ് അടുത്ത് നിൽക്കുന്ന പെൺകുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടാവും പോവുക. ഒരു ഡ്രീം പോലെ കണ്ടിട്ട് ഒരിക്കലും അങ്ങനെ പോകണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കാരണം സെലിബ്രിറ്റി ലെവലുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും, നമ്മുടെ വേറെ ആയിരിക്കും. ആൻഡ് ചില ഗവൺമെൻറ് ഹോസ്പിറ്റൽ എല്ലാം കുറ്റം പറയല്ല, ചിലതൊക്കെ നന്നായിട്ട് ഇപ്പോൾ കുഴപ്പമില്ലാതെ നന്നായിട്ട് നോക്കുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. എന്നാലും എല്ലാം കണക്ക് തന്നെയാണ്. സോ പ്രഗ്നൻസി അണ്ടർഗോ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവാൻ ട്രൈ ചെയ്യുന്ന ലേഡീസ് അല്ലെങ്കിൽ പെൺകുട്ടികൾ ആൻഡ് ഡ്യൂ ഡേറ്റ് അടുത്ത് നിൽക്കുന്ന പെൺകുട്ടികൾ ആരൊക്കെ ഈ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ? അല്ലാതെ നമ്മളൊരു വീഡിയോ കണ്ടു, അത് ട്രെൻഡിങ്ങിലെത്തി, അതിൽ ഇൻഫ്ലുവൻസ് പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ട് നടക്കുക, അതല്ല. അതിലപ്പുറം ചിന്തിച്ച് നോക്കുക. അതാണ് ഞാൻ ചെയ്തത്. ആൻഡ് നമ്മുടെ നോർമലായിട്ടുള്ള ആൾക്കാർ വീഡിയോ കാണുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു ഇമാജിനേഷനെ ഞാൻ കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഒരു സിസ്റ്റം പാരൻസിനെയും ഹസ്ബൻഡിനെയൊക്കെ എല്ലാ ഹോസ്പിറ്റലിലും ഡെലിവറി സമയത്ത് നിർത്തണം എന്ന് ഒരു റൂളൊക്കെ കൊണ്ടുവന്ന് അടിപൊളിയായിരിക്കും. പക്ഷെ അത് എത്രത്തോളം ഇതാവുമെന്ന് എനിക്കറിയില്ല. കാരണം അതും നമ്മുടെ കേരളം പോലെയുള്ള സ്ഥലത്തൊക്കെ എല്ലാ ഹോസ്പിറ്റലിലും കൊണ്ടുവരാൻ, ചില ഹോസ്പിറ്റലിലൊക്കെ ഉണ്ട് കേട്ടോ, വളരെ റെയറായിട്ട് കയ്യിൽ എണ്ണാവുന്ന ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുവന്നാൽ നല്ലത് തന്നെയാണ്, നല്ലതല്ല അടിപൊളിയാണ്. പക്ഷെ അതൊക്കെ എന്തായാലും തൽക്കാലത്തേക്ക് എനിക്കറിയില്ല. പക്ഷെ നമ്മളെല്ലാവരും ഒരു വീഡിയോ കാണുക, ഓക്കെ അതിൽ ക്രെഡിറ്റ്സ് ഉണ്ടോ, നന്നായിട്ടുണ്ടോ, അവർ അടിപൊളി കാര്യം ചെയ്തിട്ടുണ്ടോ, അവർ ക്രെഡിറ്റ്സ് കൊടുക്കുക, നല്ല നല്ല കമൻസ് കൊടുക്കുക, അതൊക്കെ അവർക്ക് നല്ല ഹാപ്പിനെസ് ഉണ്ടാവും. അതോടുകൂടി വിടാല്ല. നമ്മുടെ ഡെലിവറി അതുപോലെ ആവണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ നോർമൽ ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ടോട്ടലി വേറെ ആയിരിക്കും. നിങ്ങളുടെ വീട്ടിലൊക്കെ അന്വേഷിച്ച് നോക്കൂ, നിങ്ങളുടെ വീട്ടിലുള്ളവരും ബാക്കിയുള്ളവരുടെ ഡെലിവറിയൊക്കെ ഇതുപോലെയൊന്നും ആവില്ല. ആൻഡ് ഓൾസോ എപ്പിഡ്യൂറൽ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദി ഹോസ്പിറ്റൽസിൽ അതും അധികം അവർ എൻകറേജ് ചെയ്യാറില്ല. ഇപ്പോഴൊക്കെ കുഴപ്പമില്ലാതെ ചില ഹോസ്പിറ്റൽസിലൊക്കെ കൊടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടത് കേട്ടോ, എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് ഇതൊക്കെയാണ് പറയണമെന്ന് തോന്നിയത്. ആൻഡ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ആൾക്കാരോട് പറയണമെന്ന് തോന്നിയ ചില കാര്യങ്ങളാണ് കേട്ടോ. ഇത് എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റും ഈ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ ദിയാകൃഷ്ണനെ എതിർത്തിട്ടല്ല ഒന്നും പറയുന്നത്, സൂപ്പറായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാനും ഇരുന്ന് കണ്ണ് നിറഞ്ഞൊരു വീഡിയോ തന്നെയാണത്, ആ പുഷ് ചെയ്ത് കുഞ്ഞ് വരുന്ന സമയത്തൊക്കെ. പക്ഷെ ചില കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പർ അല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരാണുള്ള അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.